അപ്പൊ പശു വന്നിട്ട് ഇത് ജേഴ്സിയിൽ ചെറിയ രീതിയിൽ സ്വിസ് ബ്രൗണിന്റെ ക്രോസ് കയറിയിട്ടുണ്ട്. കേരളത്തിൽ നിൽക്കുന്ന എല്ലാ പശുക്കളും തമിഴ്നാട് പശുക്കളാണ്. ഈ തമിഴ്നാട് പശു കറക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, 4 കാമ്പിലും. അപ്പൊ പശു വന്നിട്ട് ഇത് ജേഴ്സിയിൽ ചെറിയ രീതിയിൽ സ്വിസ് ബ്രൗണിന്റെ ക്രോസ് കയറിയിട്ടുണ്ട്. നല്ല നീണ്ട കറവ കിട്ടിയ പശുവാണ്. 8 പല്ല് നിരപ്പായിട്ടേ ഉള്ളൂ. പശു വന്നിട്ട് 3ാമത്തെ പ്രസവമാണ്. നല്ല അകിടാണ്, നല്ല അകിടും അതുപോലെ നല്ല കാമ്പുമാണ്. നോക്ക്, കണ്ടോ, നല്ല കറക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. 4 കാമ്പിലും 4 കാമ്പ് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടോ, 4 കാമ്പ് എന്താ കണ്ടോ. കേരളത്തിൽ നിൽക്കുന്ന എല്ലാ പശുക്കളും തമിഴ്നാട് പശുക്കളാണ്. ഈ തമിഴ്നാട് പശുക്കൾക്ക് പാല് കിട്ടത്തുള്ളൂ. പിന്നെ തമിഴ്നാട് പശുക്കൾക്ക് ഈ പറയുന്ന അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ ഈ യാത്രയിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കൊണ്ടാണ്. അപ്പൊ അതിന് പ്രിവെന്റിങ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ നിന്ന് പശുക്കളെ മേടിക്കുന്നവർക്ക് ബ്രീഫായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. എനിക്കിപ്പോൾ ഈ കച്ചവടം മുന്നോട്ട് പോകണമെങ്കിൽ കൊണ്ടുപോകുന്ന പശുക്കൾക്കെല്ലാം അസുഖം ഉണ്ടെങ്കിൽ ഈ കച്ചവടം പോകാൻ പറ്റത്തില്ല. എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന പശുക്കളെല്ലാം നിരനിരാ നിൽക്കും. അപ്പൊ അത്രയും മാത്രം ആലോചിച്ചാൽ മതി. നല്ല ആരോഗ്യമുള്ള പശുക്കളും നല്ല പാല് കിട്ടാൻ പറ്റുന്ന നല്ല സുന്ദരി പശുക്കളെ വേണ്ടവർ കൊല്ലം വിഷ്ണു വി എസ് ഡയറി ഫാമിലേക്ക് വന്നോളൂ.